ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുമ്പോൾ വീണ്ടും ആ ഡ്രാഗൺ സിംബൽ ടീസ് ചെയ്യുന്നുണ്ട്. പോസ്റ്ററിൽ വെള്ളവസ്ത്രമായിരുന്നെങ്കിൽ ട്രെയിലർ ഫ്ലാഷിൽ കറുത്ത കോട്ട് ധരിച്ചിരിക്കുന്ന വഴി കുറച്ചുകൂടി ക്ലിയറായി അയാളുടെ ചെവിയും മറ്റും കാണാം. ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആക്ടർ റിക് യൂൺ ആണോ എന്നുള്ള സംശയം വീണ്ടും ശക്തമാവുകയാണ്. എന്തായാലും ഈ നിൽക്കുന്നത് ഡോൺലി അല്ല, അമിത പ്രതീക്ഷ വേണ്ട. തുടർന്ന് ജിഹാദി ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സയ്യിദ് മസൂദിനെയാണ് കാട്ടുന്നത്. ഇവരെല്ലാം ജനറലി ഖുറൈഷി അബ്രാമിനെതിരാണെന്ന് പറയുമ്പോൾ അതിലെന്തോ റോങ് അടിക്കുന്നില്ലേ? ഈ മുഖം മറച്ചു വെച്ചിരിക്കുന്നത് ഷേപ്പൊക്കെ വെച്ച് മണിക്കുട്ടനാണോ എന്ന് പലർക്കും സംശയമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് പ്രൊഡ്യൂസറിന്റെ മകനാണെന്നാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ. ആശീർവാദ് ലോഗോയ്ക്കൊപ്പം ട്രെയിലറിലും ടീസറിലും എല്ലാം അയാളുടെ മകന്റെ പേര് ചേർത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുഖം കാണിക്കലാകാമിത്. ഈ ആൾ തന്നെയാണ് പിന്നീട് ഒരു ഷോട്ടിൽ കാറിൽ ഇരിപ്പുള്ള ഒരുവിനെ ഷോട്ട് ചെയ്യുന്നതായി കാണിക്കുന്നത്. സയ്യിദിന്റെ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന കുട്ടിക്കാലത്തെ അക്രമങ്ങളെല്ലാം വളരെ ഇൻറ്റൻസ് ആണ്. സ്ത്രീകളെയൊക്കെ വളരെ മാരകമായി ഉപദ്രവിക്കുന്നതായി ടീസ് ചെയ്യുന്നുണ്ട്. 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഗുജറാത്ത് കലാപവുമായി ഇത് കണക്ട് ചെയ്യാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. ഇടയ്ക്ക് പോർബന്തറിലെ ദർബാർഗത്ത് പോർട്ടൊക്കെ കാട്ടി പോകുന്നുണ്ട്. ഈ ഒരു ഷോട്ടിൽ ഖുറൈഷി അബ്രാം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഒരാളെ വെയിറ്റ് ചെയ്യുന്നതായി കാണാം. ഇനി ക്യാമിയോസ്. ബ്ലഡ്, ബ്രദർഹുഡ്, ബിട്രയൽ. ഇതാണ് എമ്പുരാന്റെ ടാഗ് ലൈൻ. ബ്ലഡ് നമ്മൾ ആവശ്യത്തിലധികം ഇപ്പോൾ തന്നെ കണ്ടു. പിന്നെ ബ്രദർഹുഡും. ഇനി ബിട്രയൽ. അത് വലം കൈയാണോ അതോ ഇടം കൈയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ജതിൻ രാധാസിനെ ട്രെയിലർ നിലവിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണ് കാണിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായതാണ്. എന്നാൽ ഒടുവിലുള്ള സയ്യിദിന്റെ ഖുറൈഷിയുടെ നേർക്കുള്ള ആ നോട്ടത്തിലും എന്തോ പന്തികേടുണ്ട്. ഇവിടെ തന്നെ മറ്റൊരു കാര്യം നോക്കാം. ഡ്രസ്സിംഗ് സ്റ്റൈൽ. ഖുറൈഷിക്കെതിരെ വരുന്ന ആയുധധാരികളെല്ലാം ധരിച്ചിരിക്കുന്നതും കൂടെ നിൽക്കുന്ന സയ്യിദ് ധരിച്ചിരിക്കുന്നതും ഏകദേശം ഒരേപോലുള്ള വസ്ത്രധാരണമാണ്. ആ മോതിരമിട്ട് KA ഗൺ ഖുറൈഷി സെറ്റാക്കുമ്പോൾ അടുത്ത് കാണിക്കുന്നത് ആ ഗൺ ബ്രദർഹുഡിലുള്ള സയ്യിദിന്റെ കയ്യിൽ, മുഖത്ത് ബ്ലഡും. ഇരുവർക്കും നടുവിലായി 2 എന്ന് വന്ന് എമ്പുരാനെ എഴുതി കാണിക്കുമ്പോൾ ഇവർ രണ്ടും ഇനി ഒന്നല്ല എന്നല്ലോ ഫോർഷാഡോയിങ് ആണോ? ആണേലും അല്ലെങ്കിലും നമുക്ക് മാർച്ച് 27 അപ്പോൾ ഒരുമിച്ചിരുന്ന് കാണാം ആ തരമാണ് സംഭവത്തെ. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. എന്നാൽ ഞാനങ്ങോട്ട്